അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയക്കെതിരായ അമേരിക്കയുടെ ഉപരോധങ്ങളെല്ലാം ഏറെക്കുറെ അവസാനിപ്പിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിത്ര പ്രാധാന്യമർഹിക്കുന്നത്? സിറിയക്കെതിരായ US ഉപരോധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഉപരോധത്തിന് ദശകങ്ങളുടെ ചരിത്രമുണ്ട്. 1979 സിറിയയെ സ്റ്റേറ്റ് സ്പോൺസർ ഓഫ് ടെററിസമായി അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. അന്നു മുതൽ ആദ്യ ഉപരോധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2004 സിറിയയുടെ ലെബനനിലെ സൈനിക സാന്നിധ്യവും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും കാരണം പറഞ്ഞ് അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2011 പിന്നീട് സമ്പൂർണ്ണ ഉപരോധം വരുന്നത്. അന്ന് സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടം പ്രതിഷേധക്കാർക്കെതിരെ ക്രൂരമായ അടിച്ചമർത്തൽ നടത്തി. അപ്പോഴാണ് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ എക്സിക്യൂട്ടീവ് ഓർഡർ 13/582 വഴി സമഗ്രമായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത്. 2019 അമേരിക്കയിൽ സീസർ സിറിയ സിവിലിയൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന നിയമം തന്നെ കൊണ്ടുവന്നു. അസദ് ഭരണകൂടത്തിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കർശനമായ ഉപരോധങ്ങളായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. ഈ ഉപരോധങ്ങൾ സിറിയയെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ബാങ്കിംഗ്, എണ്ണ കയറ്റുമതി, വിദേശ നിക്ഷേപം എന്നിവയെല്ലാം തടസ്സപ്പെടുത്തി. 2024 ഡിസംബറിൽ അസദ് ഭരണകൂടം തകർന്നതിന് ശേഷം പുതിയ ഇടക്കാല ഭരണകൂടം ഈ ഉപരോധങ്ങൾ എടുത്തുകളയണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇതിലൂടെ സിറിയക്കെതിരായ US ഉപരോധങ്ങളുടെ ഭൂരിഭാഗവും അവസാനിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഈ ഉത്തരവ് 2004 2011 ഏർപ്പെടുത്തിയ 5 എക്സിക്യൂട്ടീവ് ഓർഡറുകൾ റദ്ദാക്കുന്നതാണ്. എന്നാൽ ബഷാർ അൽ അസദ്, അദ്ദേഹത്തിൻ്റെ സഹായികൾ, മറ്റു മനുഷ്യാവകാശ ലംഘകർ, ISIS, ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ എന്നിവർക്കെതിരെയുള്ള ഉപരോധങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ഉത്തരവ് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനറൽ ലൈസൻസ് വഴിയാണ് നടപ്പാക്കപ്പെടുക. അമേരിക്കയിൽ നിന്ന് ട്രഷറി വഴിയാണ് സിറിയൻ ഇടക്കാല സർക്കാരുമായും കേന്ദ്ര ബാങ്ക്, സ്റ്റേറ്റ് ഓൺഡ് സ്ഥാപനങ്ങൾ എന്നിവയുമായുള്ള ഇടപാടുകളെല്ലാം നടക്കുന്നത്. സീസർ ആക്ടിന് കീഴിലുള്ള ഉപരോധങ്ങൾക്ക് 180 ദിവസത്തെ വെയ്വർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവയെല്ലാം പൂർണ്ണമായി റദ്ദാക്കണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയും ആവശ്യമാണ്. ഇപ്പോഴത്തെ ഈ തീരുമാനം സിറിയയെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് ഈ തീരുമാനമെടുക്കുന്നത്. സിറിയയുടെ പുതിയ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ കഴിഞ്ഞ മെയ് 14 റിയാദിൽ വെച്ച് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ എടുത്തുകളയണമെന്ന് തന്നെയായിരുന്നു അന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഈ ഉപരോധങ്ങൾ എടുത്തുകളഞ്ഞത്? ഒന്നാമതായി 2024 ഡിസംബറിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടം തകർന്ന് അട്ടിമറി നടന്ന് സിറിയയിൽ പുതിയ ഇടക്കാല സർക്കാർ വന്നിട്ടുണ്ട്. അവർ രാജ്യത്തെ സ്ഥിരതയിലേക്കും പുനർനിർമ്മാണത്തിലേക്കും നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ പൊതുസേവന ശമ്പളങ്ങൾ, പുനർനിർമ്മാണം, ആരോഗ്യ സംരക്ഷണം ഇങ്ങനെ നിരവധി മേഖലകൾ തടസ്സപ്പെട്ടിരിക്കും. രണ്ടാമതായി സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗനും ട്രംപിനോട് ഉപരോധങ്ങൾ നീക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ സിറിയയുടെ കടങ്ങൾ വീട്ടാനും സഹായം നൽകാൻ തയ്യാറാണ്. മൂന്നാമതായി ട്രംപ് സിറിയയെ അബ്രഹാം അക്കോർഡ്സിലേക്ക് ഉൾപ്പെടുത്തി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ഈ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അമേരിക്കൻ ട്രഷറിയിലും സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള ചില ഉദ്യോഗസ്ഥർക്ക് പോലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തെക്കുറിച്ച് മുൻകൂർ അറിവില്ലായിരുന്നുവത്രേ. ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നത് സിറിയയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക? ഒന്നാമതായി സിറിയൻ പൗണ്ടിൻ്റെ മൂല്യം ഇപ്പോഴേ 25% ഉയർന്നു കഴിഞ്ഞു. ഇത് സാമ്പത്തികമായി രാജ്യത്തിൻ്റെ ഒരു വീണ്ടെടുക്കലിനുള്ള സൂചനയാണ് നൽകുന്നത്. വിദേശ നിക്ഷേപവും വ്യാപാരവും വർദ്ധിക്കും. പ്രത്യേകിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ സിറിയയിൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വെല്ലുവിളികളുമുണ്ട്. സീസർ ആക്ടിന് കീഴിലുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കാൻ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വേണം.
ഇത് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. കൂടാതെ സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറ മുമ്പ് അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ചൊല്ലി ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മുമ്പ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു നിലവിലെ സിറിയൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ തലക്ക് $1 കോടി അമേരിക്ക അന്ന് വിലയിട്ടതാണ്. ഇപ്പോൾ അമേരിക്ക തന്നെ അദ്ദേഹത്തിന് കൈകൊടുക്കുന്നു. ഇസ്രായേൽ ഈ തീരുമാനത്തെ സംശയത്തോടു കൂടെയാണ് വീക്ഷിക്കുന്നത്. കാരണം സിറിയയും ഇസ്രായേലും തമ്മിലും ഇപ്പോഴും നിലനിൽക്കുന്ന ചില പിരിമുറക്കങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഈ തീരുമാനം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തെ എങ്ങനെയാണ് ബാധിക്കുക? സിറിയയെ അറബ് ലോകത്തേക്ക് തിരികെ കൊണ്ടുവരാൻ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവർ ആഞ്ഞു ശ്രമിക്കുകയാണ്. ഇത് ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറക്കാൻ കൂടി സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. യൂറോപ്യൻ യൂണിയനും UK-യും സിറിയക്കെതിരായ ചില ഉപരോധങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. ഇത് ആഗോള സഹകരണത്തിന്റെ സൂചനയാണ് താനും. എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ഒരു ഭാഗത്ത് വിമർശനവും നേരിടുന്നുണ്ട്. ചിലർ വാദിക്കുന്നത് ഉപരോധങ്ങൾ പെട്ടെന്ന് എടുത്തു കളഞ്ഞത് സിറിയയുടെ പുതിയ സർക്കാരിനെ നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ സ്വാധീനം കുറക്കുമെന്നാണ്. സിറിയയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വീണ്ടും ശക്തിപ്പെടാനുള്ള സാധ്യതയും അതേസമയം ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ സിറിയയിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ തീരുമാനത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്നു കാണണം.